ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ട്രംപ് നരേന്ദ്രമോദിക്ക് കൊടുത്തത് 8ന്റെ പണി തന്നെയാണ്. പക്ഷെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യക്ക് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ ഇന്ത്യ തകരും, ഇന്ത്യയുടെ എക്കണോമി തകരും എന്നൊക്കെ. അതൊരിക്കലുമില്ല, ഇന്ത്യ തകരമൊന്നും ചെയ്യില്ല. പക്ഷെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ഇമ്പാക്ട് ഇതിലൂടെ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ട്രംപും നരേന്ദ്രമോദിയും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെയല്ല പറയുന്നത്. പിന്നെ ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നരേന്ദ്രമോദി ആയിരുന്നാലും ശരി, ട്രംപ് ആയിരുന്നാലും ശരി, അവർ ഓരോ സ്റ്റേറ്റിന്റെ, അതായത് ഓരോ കൺട്രിയുടെ ഹെഡാണ്, ലീഡേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ രാജ്യം തന്നെയായിരിക്കും. ഇപ്പൊ ട്രംപിന്റെ കേസിലാണെങ്കിൽ US ആയിരിക്കും അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, എത്ര വലിയ ഫ്രണ്ട് ആയിരുന്നാലും ശരി. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യ ആയിരിക്കും. അതായത് ഇപ്പം ട്രംപിനെ എതിർക്കുകയും അതിലൂടെ ഇന്ത്യക്ക് നല്ലൊരു കാര്യം കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നരേന്ദ്രമോദി അത് ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇന്ത്യക്ക്, അതായത് ആ രാജ്യക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തിനായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊന്നും പറഞ്ഞിട്ട് അതിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നൊരു കാര്യമാണ്. കാരണം ഇന്ത്യ US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെ ചുമത്തുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 100% ഒക്കെയാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതൊരു കണക്കിന് ശരിയുമാണ്. 100% ഇല്ലെങ്കിലും ഹെവി ഡ്യൂട്ടീസ് ആണ് US നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഇന്ത്യ ചുമത്തുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യക്ക് ഏതാനും ചില കൺട്രീസ് ആയിട്ട് മാത്രമേ ട്രേഡ് സർപ്ലസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് എത്രയാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഏതാനും കുറച്ച് രാജ്യങ്ങളെ ഇന്ത്യക്കുള്ളൂ. അതിലൊന്നാണ് US എന്ന് പറയുന്നത്. US നിന്ന് എത്ര സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു അതിനേക്കാളും കൂടുതൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് US ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ എക്സ്പോർട്ട് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് US. പക്ഷേ ഈ ഒരു കാര്യം US വളരെയധികം ബുദ്ധിമുട്ടാവുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. വളരെയധികം നഷ്ടമാവുന്നു, ബുദ്ധിമുട്ടല്ല നഷ്ടം വരുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾക്ക് US ഈ ടാരിഫ്, റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് തായ്ലൻഡുമാണ്. ഈ രണ്ട് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതും US എക്സ്പോർട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് വളരെയധികം കുറവും. പക്ഷെങ്കിൽ നേരെ തിരിച്ചു വരുമ്പോൾ, അതായത് US നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്കോ വരുമ്പോൾ അവിടുത്തെ ടാക്സിന്റെ റേറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഹെവി പ്രൈസ് ആണ് US പ്രൊഡക്റ്റിന് ഇവർ ചുമത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് വളരെ നഷ്ടമാണ് US സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഈ ഒരു റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല എന്ന് ഒരുപാട് ഒഫീഷ്യൽസ് പറയുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ട്രംപ് കഴിഞ്ഞ തവണയും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോസ് ചെയ്യുക. അത് നമ്മൾ ത്രട്ടൺ ചെയ്യുന്ന ഒരു കാര്യം വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇമ്പോസ് ചെയ്യില്ല എന്നൊരു കാര്യം. പക്ഷെങ്കിൽ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ് ട്രംപ്. ഏപ്രിൽ 2 ഇത് ഇമ്പോസ് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിലെ പല ഒഫീഷ്യൽസും പല വഴികളും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തെ ഇമ്പാക്ട് കുറക്കാൻ വേണ്ടി. അതായത് ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് ആവട്ടെ, അതിന്റെ ഒക്കെ ഡ്യൂട്ടീസ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹിയിൽ. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ US എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ജ്വല്ലറീസ് ആണ്, രണ്ടാമത് ഓട്ടോമൊബൈൽസ് ആണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും US കടത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയും. അങ്ങനെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ് ഇന്ത്യൻ മാർക്കറ്റിന് സംഭവിക്കുക. കാരണം ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റാണ് അത്. പക്ഷെങ്കിൽ അവിടെ ഈ റെസിപ്രോക്കൽ ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ബിസിനസ്മാൻസിന് വേണ്ടത് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഏറ്റവും കുറവ് അവർക്ക് ലാഭകരമായിട്ടുള്ള ഏത് കൺട്രീസിൽ നിന്നാണോ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക ആ ഒരു കൺട്രീസിലേക്ക്, അതായത് ഇന്ത്യന്റെ മാർക്കറ്റ് ആ ഒരു കൺട്രിയിലേക്ക് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആ ഒരു മാർക്കറ്റ് നഷ്ടപ്പെടും. ആ മാർക്കറ്റ് നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രൊഡക്ഷൻ കുറയും. കാരണം സെല്ലിംഗ് ഇല്ലെങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അത് നമ്മുടെ GDPക്ക് വളരെ മോശമായി ബാധിക്കും. GDPയെ മാത്രമല്ല, പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫേംസ് എന്ത് ചെയ്യും, ആളുകളെ പിരിച്ചുവിടാൻ തുടങ്ങും, അതായത് എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റും അവിടെ സംഭവിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസസ് ആണ് ഈ ഒരു കാരണത്താൽ ഉണ്ടാവുന്നത്.
നമുക്ക് ഫോറിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ഉണ്ട്, അതായത് റെമിറ്റൻസ് അല്ല, ഫോറിൽ നിന്ന് വരുന്ന ഈ ഒരു പണം, കാരണം ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്, ആ ഒരു കാര്യവും കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ എക്സ്ചേഞ്ച് റേറ്റിനെയും മറ്റു കാര്യത്തിനൊക്കെ, നമ്മളെ റിസർവിനൊക്കെ അത് ബാധിക്കും. കാരണം നമുക്ക് കിട്ടേണ്ട ഡോളറിന്റെ എമൗണ്ട് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും അത് തകിടം മറിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് ഇൻഡയറക്ട്ലി ഈ ഒരു കാര്യം ഇമ്പാക്ട് ചെയ്യും. ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യില്ല, പക്ഷെങ്കിൽ ഇൻഡയറക്ട്ലി ഈ ഒരു കാര്യം വളരെ അധികമായിട്ട് ഇന്ത്യക്ക് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റെസിപ്രോക്കൽ. എത്രത്തോളം ആൾക്കാർ ഇതിനെ എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ഇന്ത്യക്ക് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒഫീഷ്യൽസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ടാരിഫ്, ഇന്ത്യ എത്രയാണോ ടാരിഫ് സാധനങ്ങൾക്ക് ചുമത്തുന്നത്, അതിന് റെസിപ്രോക്കൽ ആയിട്ടായിരിക്കും ഡ്യൂട്ടീസ് US ഇന്ത്യൻ പ്രൊഡക്ട്സിനും ചുമത്തുന്നത്. അതുകൊണ്ടാണ് ഡൽഹിയിലുള്ള ഒഫീഷ്യൽസ് ഫാർമാക്യൂട്ടിക്കൽസും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന്റെ ഒക്കെ ഡ്യൂട്ടീസ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൊണ്ട് ഇന്ത്യൻ എക്കണോമി ഫുള്ളായിട്ട് തകരമൊന്നും ചെയ്യില്ല, പക്ഷെങ്കിൽ നല്ലോണം നല്ല ബാഡ് ആയിട്ട് തന്നെ ഇന്ത്യക്ക് ഇത് എഫക്ട് ചെയ്യും. ഇന്ത്യക്ക് മാത്രമല്ല ഗ്ലോബലി തന്നെ ഒരു എഫക്ട് വരാനുള്ള, ഒരുപാട് എക്കണോമിസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1930 റിസഷൻ എങ്ങനെയാണോ ആ റിസഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം US ചെയ്താൽ എന്നാണ് വലിയ വലിയ എക്കണോമിസ്റ്റ് ഒക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.